എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ കടകളിലൊന്നും പോയി വാങ്ങിക്കാതെ ഗോതമ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് വീറ്റ് ഫ്ലോർ ഗുലാബ് ജാമുന്. എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റും ആണ്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചീരകൾ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2.5 കപ്പ് അളവിൽ വെള്ളമാണ്. 2 കപ്പ് പഞ്ചസാരയ്ക്ക് 2.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3 ഏലക്കയാണ് കേട്ടോ. ഏലക്ക നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു നുള്ളു സഫ്രോണ് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഒരു നുള്ളു സഫ്രോൺ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും ആണ്, അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറും കിട്ടും. ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയെല്ലാം ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു വന്ന് ഒന്ന് തിളച്ച് കയറി വന്നാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് തിളച്ച് കയറി വന്നാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പഞ്ചസാര ലൈനി ഒറ്റനൂൽ പരിവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ ആ ഒരു പഞ്ചസാരയെല്ലാം പൂർണ്ണമായിട്ട് ഉരുകി ഒന്ന് ഇതുപോലെ തിളച്ച് കയറി വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതുപോലെ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിന്റെ മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരിപ്പിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ ഇതുപോലെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി അളന്നിട്ടെടുത്ത ആ ഒരു സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടിയാണ് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഒരിക്കലും കൂടി പോകരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇതങ്ങ് വീർത്ത് വരും നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രം കേട്ടോ, അതിലൊരിക്കലും കൂടരുത്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആ ഒരു നെയ്യും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ഇത് നമ്മൾ കുഴച്ചിട്ടെടുക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അത്രയും പാലിനൊന്നും ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് പറയാം കേട്ടോ എത്രത്തോളം പാലായെന്ന്. ആദ്യം നമ്മൾ ഒരുപാട് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇത്രയും പൊടിയല്ലേ ഉള്ളൂ. കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് കുഴച്ചിട്ടെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മാവ് ഒരിക്കലും കട്ടിയായി പോകരുത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആക്കി വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വിള്ളലുകളൊന്നും വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉരുട്ടിയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി വേണം കേട്ടോ നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കട്ടിയായി പോകരുത് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു മാവ് കറക്റ്റ് പാല് ചേർത്ത് കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിരിക്കും നമുക്ക് ആ ഒരു സ്വീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊന്ന് കയ്യിലാക്കിയതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റോളം തന്നെ നന്നായിട്ട് കൈവച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പോളം പാലെടുത്തെന്ന്. അത്രയും പാലൊന്നും ആവശ്യം വന്നിട്ടില്ല. എനിക്ക് ഏകദേശം ഒരു 1/4 കപ്പ് മാത്രമേ പാൽ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമ്മളിത് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് സാധാരണ ഗുലാബ് ജാമുനൊക്കെ പോലെ റൗണ്ട് ആക്കിയോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതിലും വലുതാക്കണ്ട കേട്ടോ, കാരണം നമ്മളിത് ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലൊക്കെ ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് വീർത്ത് വരും. ഇതിലും വലുതാക്കരുതെന്നേ ഉള്ളൂ. ഇതിലും കുറച്ചും കൂടി വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ട് ഇതിൽ ചെറിയ ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഉരുട്ടി ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ എല്ലാം തന്നെ ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്.
ഒന്നെങ്കിൽ ഇതുപോലെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഓയിൽ ഒരുപാടങ്ങ് ചൂടാകാനും പാടില്ല. അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്കാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും പുറമെ, പക്ഷെ ഉള്ളൊട്ടും വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീ അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്. ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ടൊന്ന് വീർത്ത് വരും. അപ്പോൾ ഒരുപാട് തീ അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരുപാട് തീയൊന്നും കൂട്ടി വെച്ച് കൊടുക്കാതെ പതിയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ എണ്ണയ്ക്കകത്തുനിന്ന് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പില്ലേ, ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഷുഗർ സിറപ്പിന് നല്ലൊരു ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. എന്നിട്ട് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതേ അളവിൽ തന്നെ ഞാൻ വീണ്ടും ഒന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതും കൂടി ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതും തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പിൽ മുക്കി വെച്ചിട്ട് കറക്റ്റ് ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റാണ്. എന്നിട്ട് ഇത് നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി നമുക്കൊരു 30 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പൊടിയും പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഈ ഒരു ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഒരു ഉള്ള എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കപ്പോൾ അറിയാൻ പറ്റും. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഗുലാബ് ജാമുൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് ആ ഒരു ഷുഗർ സിറപ്പൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.